എബ്രായ ലേഖനം 9-ാം അധ്യായം 27-ാം വാക്യം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യന് നിയമിച്ചിരിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ലൊരു പ്രഭാതം കർത്താവ് നമുക്ക് വീണ്ടും തന്നല്ലോ. ജീവനുള്ളവരുടെ ദേശത്ത് തിരുവചനത്തെ ധ്യാനിപ്പാൻ ഒരവകാശം കൂടെ കർത്താവ് നമുക്കായി നിയമിച്ചു തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു കവിതയാണ്. ഒരിക്കൽ ഈ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞ് നാം തിരിക്കണം, വിസമ്മതങ്ങൾ ഒന്നുമേ ഫലപ്പെടാ, തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്രയാണതാകയാൽ കരത്തിലുള്ളതൊക്കെ നാം അതിർത്തിയിൽ ത്യജിക്കണം. നോക്കൂ, അർത്ഥവത്തായ ഒരു ഗാനമാണെങ്കിലും അവിടെ ഒരു തെറ്റുണ്ട്. തിരിച്ചു പിന്നെ വന്നിടാത്ത യാത്ര. നമ്മുടെ കർത്താവ് പറയുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും. മനുഷ്യർക്ക് എല്ലാവർക്കും ഒരു ന്യായവിധിയുണ്ട്. വി വിൽ കം ബാക്ക് ഇൻ ടു ലൈഫ്. നിങ്ങൾ ദുഷ്ടനാണെങ്കിലും നീതിമാനാണെങ്കിലും, നിങ്ങൾ വിശുദ്ധനാണെങ്കിലും അശുദ്ധനാണെങ്കിലും, നിങ്ങൾ യു വിൽ റിസറക്റ്റ്, നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കും. നോക്കൂ, മനുഷ്യൻ മരണത്തെ ഭയന്നോടുന്നു. എന്നാൽ ചിലരൊക്കെ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട്. എന്താണെന്നറിയാമോ? ഈ ലോകത്തിൽ അവർക്കൊന്നും നേടുവാൻ കഴിഞ്ഞില്ല. അവരുടെ കയ്യിലുണ്ടായിരുന്നതെല്ലാം, ആശിച്ചതെല്ലാം നഷ്ടപ്പെട്ടു പോയി. അവർക്കത് വീണ്ടും അല്ലെങ്കിൽ അതിനെ വീണ്ടും സൃഷ്ടിച്ചെടുക്കുവാൻ സാധിക്കാത്തത് കൊണ്ട്, അവരുടെ ആഗ്രഹങ്ങൾക്കെല്ലാം ഒരു അറുതി വന്നതുകൊണ്ട് ഒരിക്കലും തിരിച്ചു വരാനാകാത്തതായ വലിയ ഒരു നാശം അവരുടെ ജീവിതത്തിൽ കണ്ടുകൊണ്ട് ഇനി ജീവിക്കണ്ട എന്ന് പറഞ്ഞു ആ മരണത്തെ പുലുകുന്നവരുണ്ട്. ചിലരൊക്കെ ദൈവത്തോട് പറയുന്ന, കർത്താവേ, ഞാനങ്ങ് മരിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ അവരെ മരണം തേടി വരുന്നില്ല. മരണത്തിന് ഒരു നിയമമുണ്ട്. ജീവൻ ഒരു നിയമം ഉള്ളതുപോലെ തന്നെ മരണത്തിന് നിയമമുണ്ട്. നാം ചില നിയമങ്ങൾക്ക് അധിഷ്ഠിതരാണ്. എന്നാൽ ആ നിയമം നിന്നിൽ എത്ര സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു എന്നുള്ളതാണ് നിൻ്റെ ജീവിതത്തിൻ്റെ പ്രഭാതങ്ങളിൽ നിനക്ക് തരുന്ന പ്രത്യാശ. കഷ്ടങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഏറി വരുമ്പോൾ, നിനക്ക് നീങ്ങിക്കൂടാൻ കഴിയാത്തതായ അനേക പാതകൾ നീ കാണുമ്പോൾ, അത് നിൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യമാണ് നീ ധരിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് നീ പരാജയപ്പെടുന്നത്. നമുക്കറിയാം, ഒരു കോഴിക്കൂട്ടിൽ ഒരു കുറുക്കൻ കയറിയാൽ ആദ്യം പുറത്തു നിന്ന് ആ കുറുക്കൻ പെട്ടെന്ന് ആ കോഴിക്കൂട്ടിൽ കയറി ആ കോഴിയെ പിടിക്കുകയല്ല ചെയ്യുന്നത്. പുറത്തുനിന്ന് ആ ചെറിയൊരു പ്രകാശത്തിൽ കൂടെ തൻ്റെ കണ്ണുരുട്ടി കാണിച്ച് കോഴികളെ ഭയപ്പെടുത്തും എന്ന് പറഞ്ഞതുപോലെ, ഈ പിശാചിൻ്റെ നിയമം വെളിയിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കിയതായ ആ പൈശാചിക സ്വഭാവം, അതിൻ്റെ ആ വിഷമുള്ള പുറത്തു നിന്നും കൊണ്ട് നമ്മെ കണ്ണുരുട്ടി ഭയപ്പെടുത്തും. ഇപ്പോൾ മരിക്കും, അല്ലെങ്കിൽ നാളെ മരിക്കും. ഈ മരണത്തിൻ്റെ ഭീതി നമ്മെ അടിച്ചേൽപ്പിക്കുവാൻ. എന്നാൽ നമ്മളിലുള്ളതായ ക്രിസ്തുവിൻ്റെ ആത്മാവ്, എൻ്റെ നീതിമാൻ മരിച്ചാലും ജീവിക്കും. മരണം എന്ന് പറയുന്നത് നമ്മുടെ മുൻപിൽ ഒരവസാനമല്ല. മരണം എന്ന് പറയുന്നത് നിത്യജീവൻ്റെ ഒരു ആരംഭമാണ്. കർത്താവ് അതാണ് നമുക്ക് പ്രതിദാനം ചെയ്യുന്നത്. ഈ ഭൂമിയിലുള്ളതെല്ലാം അഴിഞ്ഞു പോകുന്ന വസ്തുവാണെങ്കിലും ഒരിക്കലും അഴിയാത്ത ഒരു വാഗ്ദാനം കർത്താവ് നമുക്ക് വേണ്ടി തരികയാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, മരണഭയത്തിൽ നിന്നുള്ളതായ ഒരു വിടുതൽ. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ജീവനോടിരുന്നപ്പോൾ എനിക്കിത് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യാൻ സാധിച്ചില്ലല്ലോ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ, എൻ്റെ രാജ്യത്തിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ, എൻ്റെ ഉത്തരവാദിത്തങ്ങൾ എനിക്ക് നിറവേറ്റുവാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ ഓർത്ത് നമ്മളെ വ്യാകുലതപ്പെടുത്തുന്നത് മരണത്തിൻ്റെ അധികാരിയാണ്. പുറത്തുനിന്ന് കണ്ണുരുട്ടി കാണിച്ച് നമ്മളെ ഭയപ്പെടുത്തുകയാണ്. പക്ഷെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി അവൻ്റെ വഴികളൊക്കെയും യഹോവയെ ഫരമേൽപ്പിക്കുമ്പോൾ, ദൈവത്തെ ഫരമേൽപ്പിക്കുമ്പോൾ, അവൻ തൻ്റെ ഹിതത്തിനനുസരിച്ച് അവൻ നിന്നെ വഴി നടത്തും. നിൻ്റെ കുഞ്ഞുങ്ങളെ ദൈവമാണ് നിനക്ക് തന്നത്. നിൻ്റെ ഭവനം കർത്താവാണ് നിനക്ക് തന്നത്. നിൻ്റെ ജീവിതം നിനക്ക് തന്നത് ദൈവമാണ്. ദൈവം നിൻ്റെ ആയുസ്സിൽ മക്കളായി ദൈവം നിന്നെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെയും ഭംഗിയായി നിറപടിയായി തൻ്റെ ഹിതം പോലെ ചെയ്യുവാൻ കർത്താവ് ശക്തനാണ്. നമുക്ക് ചെയ്യുവാനുള്ള ഒരു ഉത്തരവാദിത്വം, നിൻ്റെ വഴിയെ യഹോവയെ ഫരമേൽപ്പിക്കുക, ദൈവത്തെ ഫരമേൽപ്പിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. ആ ദൈവത്തിലുള്ളതായ ആശ്രയത്തിൽ കൂടെ നിൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യാശ ഉൾപ്പെട്ടു വരുന്നുണ്ടെങ്കിൽ, ഒരു പ്രത്യാശ പൂവണിയുന്നുണ്ടെങ്കിൽ, അതാണ് നിൻ്റെ ജീവിതത്തിലെ രക്ഷയുടെ മാർഗം. വിശ്വാസത്തിൻ്റെ അന്ധമായ ആത്മരക്ഷ അത് പ്രാപിക്കുവാൻ അപ്പോഴാണ് നിന്നെ പ്രാപ്തിയുള്ളവനാക്കുന്നത്. ഈ പ്രഭാതം ഒരു പ്രത്യാശയുള്ള തുറമുഖത്തെക്കുറിച്ചുള്ളതായ ഒരു കാഴ്ചപ്പാട്, ഒരു ദർശനം നിൻ്റെ ജീവിതത്തിൽ തരുമാറാകട്ടെ. സമാധാനവും സ്വസ്ഥതയും ആശ്വാസവും ദൈവസന്നിധിയിലുള്ളതായ സന്തോഷവും നിൻ്റെ ജീവിതത്തിൽ കർത്താവ് ധാരാളമായി പകരുമാറാകട്ടെ. ഗാഡ് ബ്ലെസ് യു.
ഈ തിരുവചനം, പ്രഭാതവചനം നിങ്ങൾക്ക് ആശ്വാസവും പ്രത്യാശയും ഉളവാക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെയും ഇത് അയച്ചു കൊടുക്കുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഈ അനേകർക്ക് ഈ സന്തോഷം അനുഭവിക്കുവാൻ പ്രഭാതത്തിൽ അവസരമൊരുക്കുവാൻ നിങ്ങളും അതിനൊരു കൂട്ടാളിയായി തീരട്ടെ. ഗോഡ് ബ്ലെസ് യു.